ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായുണ്ടാകട്ടെ. ഒരു നാൾ നമ്മളൊക്കെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് നിത്യതയിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കുമോ? നമ്മുടെ ജീവിതത്തെ നോക്കി സംപ്രീതനാകുമോ? ഈ ഭൂമിയിൽ നമുക്ക് ഏറെക്കുറെ എല്ലാം ഉണ്ടാകും. നല്ല ഭവനം, വിശ്വസ്തയായ പങ്കാളി, അനുസരിക്കുന്ന പുത്രന്മാർ, ദാസിദാസന്മാർ, ആത്മമിത്രങ്ങൾ, സകലവിധ സൗഭാഗ്യയുടെ മധ്യയായിരിക്കും നാം ജീവിച്ചത്. എന്നാൽ ഒടുവിൽ നിത്യതയെ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും നമ്മളെ വിധിക്കുക? അവൻ നമ്മളെ ന്യായീകരിക്കുമോ? ജോബിന് പോലും ഉണ്ടായിരുന്നു ഈ ആശങ്ക. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം, ഒരാൾക്ക് ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നീതിമാനാകാനാകും? How can a man be righteous before God? ജോബിൻ്റെ ആശങ്കയാണ്. അവനും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭവനം, ജീവിത പങ്കാളി, മക്കൾ, ദാസിദാസന്മാർ, ആത്മമിത്രങ്ങൾ, സകലവിധ സൗഭാഗ്യങ്ങൾ. എന്നിട്ടും അവൻ ആശങ്കപ്പെട്ടു. എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തിന് മുമ്പിൽ നീതിമാനായി നിൽക്കാനാകുക? 2 വഴികളുണ്ടെന്നേ. ഒന്ന്, നമ്മുടെ പുണ്യങ്ങളുടെ കണക്ക. വി ക്യാൻ ട്രസ്റ്റ് ഇൻ അവർ മെറിറ്റ്സ്. നമ്മുടെ നന്മകളിൽ, നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ മേന്മകളിലൊക്കെ നമുക്ക് ആശ്രയിച്ച് ദൈവത്തെ അഭിമുഖീകരിക്കാം. അല്ലെങ്കിൽ വീണു പോയാലും ബലഹീനതയിലേക്ക് നമ്മൾ ആഴ്ന്നു പോയാലും ഒടുവിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. വി ക്യാൻ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. നിത്യതയിൽ ദൈവം ന്യായീകരിക്കാനുള്ള 2 മാർഗങ്ങൾ. നമ്മുടെ കഴിവുകളിൽ നമുക്ക് ആശ്രയിക്കാം. വി ക്യാൻ ട്രസ്റ്റ് ഇൻ അവർ മെറിറ്റ്സ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. വി ക്യാൻ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ അവരുടെ തന്നെ നന്മകളിൽ ആശ്രയിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പലവിധ ആത്മീയ നന്മകളുടെ കടന്നു പോകുന്നു. അതിൻ്റെ കണക്ക് സൂക്ഷിക്കുക. നിത്യതയിൽ അതിനെണ്ണം പറഞ്ഞ് സ്വർഗം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ മറ്റു ചിലർ വീഴുന്നു, ബലഹീനതയിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ, കരുണയിലാണ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ. ആദ്യത്തെ കൂട്ടർ ട്രസ്റ്റ് ഇൻ ദെയർ ഓൺ മെറിറ്റ്സ്. രണ്ടാമത്തെ കൂട്ടർ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. ഓർക്കണം, ലൂക്കായുടെ സുവിശേഷത്തിൽ 2 മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഒരാൾ സ്വന്തം നന്മയിൽ ആശ്രയിച്ചിട്ടാണ് ദൈവത്തെ കാണാനെത്തിയത്. മറ്റൊരാൾ സ്വന്തം അപരാധത്തിൻ്റെ ആത്മനൊമ്പരത്തിലും ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് കടന്നു വന്നവൻ. ആദ്യത്തെയാൾ ഫരിസേയനാ, രണ്ടാമത്തെയാൾ ചുങ്കക്കാരനാ. ഈ 2 പേരും മനുഷ്യരുടെ 2 മനോഭാവങ്ങളുടെ അടയാളമാണെന്നേ. ഫരിസേയൻ, ഇന്ന് നാം അത്രയ്ക്ക് നല്ല പേരോ മഹിമയോ കൊടുക്കുന്നില്ലെങ്കിലും യഹൂദ സംസ്കാരത്തിൽ അവൻ ശ്രേഷ്ഠമായൊരു പദവി അർഹിക്കുന്നവനാ. വിശുദ്ധൻ്റെ മറുനാമമാണ് ഫരിസേയൻ എന്ന പേര്. കാരണം അവൻ എല്ലാ സഭയുടെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവനായിരുന്നു. അനുദിനം തോറ വായിക്കുന്നവൻ.
എല്ലാ ദിവസവും 3 വട്ടം പ്രാർത്ഥിക്കുന്നവൻ, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവൻ, തിങ്കളും വ്യാഴാഴ്ചയും കൂടെ കൂടെ ദാനധർമ്മം ചെയ്യുന്നവൻ, അവൻ അവൻ്റെ നന്മയുടെ കണക്ക് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ പുണ്യങ്ങളുടെ കണക്ക് പറഞ്ഞത്. He trusted in his merits. എന്നാൽ രണ്ടാമൻ ചുങ്കക്കാരനാ, പാപിയെന്ന് മുദ്രകുട്ടപ്പെട്ടവനാ. കാരണം റോമാക്കാർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയവൻ, സ്വന്തം സമുദായത്തെ തന്നെ വഞ്ചിക്കുന്നവൻ, ദരിദ്രരുടെ ഇല്ലായ്മയിൽ നിന്ന് കവർന്നെടുക്കുന്നവൻ, അവൻ ദുഷ്ടനെന്നും പാപിയെന്നും പൊതുസമൂഹം മുദ്ര കുത്തിയിരുന്നു. സക്കേവൂസ് അങ്ങനെയുള്ളൊരു ചുങ്കക്കാരനാണ്. അതുകൊണ്ടാണ് യേശു അവൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ എന്തിനെ ഈ പാപിയുടെ വീട്ടിലേക്ക് പോയെന്ന് ജനം ചോദിച്ചത്. അത്രമാത്രം മോശം ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയവനാ ചുങ്കക്കാരൻ. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ സ്വന്തം മേന്മയെക്കുറിച്ച് കണക്ക് പറഞ്ഞില്ല, അനുതപിച്ചു. കുറ്റബോധത്തിൻ്റെ ആ ആഴങ്ങളിൽ ഇരുന്നു കൊണ്ട് ആകാശങ്ങളിലേക്ക് നോക്കുക പോലും ചെയ്യാതെ അവൻ ദൈവത്തിൻ്റെ കരുണ യാചിച്ചു. He trusted in God's mercy. ഒടുവിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? നന്മ ചെയ്ത ഫരിസേയൻ്റെ അല്ല, അനുതപിച്ച ദൈവത്തിൻ്റെ കരുണ യാചിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. ഓർക്കണം, ഈ ചുങ്കക്കാരൻ പാപിയായതുകൊണ്ട് സമൂഹം അവൻ ഒരുപാട് വിലക്കേർപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ അവനെ ഒന്ന് സ്പർശിച്ചാൽ അതൊരു പാപമായതുകൊണ്ട് ഉള്ള വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ പുറത്തേക്ക് തുപ്പണമെന്നാണ് ആചാരം. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ താൻ അവനെ സ്പർശിച്ചത് കൊണ്ട് തൻ്റെ ജീവിതം കളങ്കിതമായതുകൊണ്ട് അവൻ ധരിച്ച വസ്ത്രം കത്തിച്ച് കളയണമെന്ന്, പിന്നെ ഒരു പൂർണ്ണ സ്നാനം ചെയ്ത് ശുദ്ധീകരിക്കണമെന്ന് ശരീരത്തെ. അത്രമാത്രം പാപത്തിൻ്റെ ഒരു അകൽച്ചയിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടവനാണ് ചുങ്കക്കാരൻ. എന്നിട്ടും ദൈവം അവനിൽ പ്രസാദിച്ചു. കാരണം അവൻ ദൈവത്തിൻ്റെ കരുണ യാചിച്ചു. ഒരുപാട് മനുഷ്യർ ഫരിസേയനെ പോലെയല്ലേ, അനുദിനം ചെയ്യുന്ന നന്മകളുടെ കണക്ക് ശേഖരിച്ച് വെക്കുന്നവർ. ഒരുപാട് നന്മ ചെയ്ത് അത് ആത്മീയതയുടെ ഒരു ലഹരിയായിട്ട് മാറുമ്പോൾ നമുക്ക് സംഭവിക്കുന്നൊരു അപജയമുണ്ട്. അതൊരു ആത്മീയ അഹങ്കാരമാണ്. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ശ്രേഷ്ഠരാണെന്ന് സ്വയം കരുതുന്നൊരു ആത്മീയ അന്ധതയാണ് ഈ അഹങ്കാരം. ആ ഇരുട്ടിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കും, കുറ്റാരോപണങ്ങൾ നടിക്കും. നാം സ്വയം ഒരു വിധിയാളനായിട്ട് മാറും. ആ ഫരിസേയൻ ചെയ്തത് അങ്ങനെയല്ലേ? അവൻ ചുങ്കക്കാരനെ കുറ്റപ്പെടുത്തി, സ്വന്തം നന്മയിൽ അഹങ്കരിച്ചുകൊണ്ട് അവരൻ്റെ തിന്മയെ അവൻ നിന്ദിച്ചു. എന്നാൽ ഒടുവിൽ അവൻ്റെ പ്രാർത്ഥനയല്ല, ഇടറിപ്പോയ ചുങ്കക്കാരൻ്റെ എളിമയുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുക. ഓർക്കുക, ദൈവസന്നിധി നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ നന്മയുടെ കണക്ക് പറഞ്ഞല്ല, ദൈവത്തിൻ്റെ കരുണയാചിച്ച് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ടെന്നേ. ഓർക്കുകയാണ്, ഒരു വിശുദ്ധനായ സന്യാസി മരുഭൂമിയിലാണ് ജീവിക്കുന്നത്. അവൻ എന്നും പ്രാർത്ഥിക്കും, ഒരുപാട് ഭക്ത്യാനുഷ്ഠാനോടെ കടന്നു പോകും. അവൻ്റെ ഏറ്റവും തീഷ്ണമായ പ്രാർത്ഥന വളരെ പ്രഭാതത്തിൽ 3 മണിക്കാണ്. എല്ലാവരും ശാന്തമായി ഉറങ്ങുന്ന ആ പ്രഭാതത്തിൽ അവൻ എഴുന്നേൽക്കും, തീഷ്ണതയോടെ പ്രാർത്ഥിക്കും. ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം അവൻ എന്തൊക്കെയോ ചെയ്ത് ക്ഷീണിച്ച് വളരെ വയ്യാണ് ഉറങ്ങിയത്. അതുകൊണ്ട് 3 മണി ആയപ്പോഴും ക്ഷീണം കൊണ്ട് അവൻ ഉണരുന്നില്ല, ഉറക്കത്തില്ല. പെട്ടെന്ന് ആരോ അവനെ വിളിച്ചുണർത്തി.
നീ എഴുന്നേൽക്ക്, നിന്റെ പ്രാർത്ഥനയുടെ സമയമായിരിക്കുന്നു. അതേ, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടത് ഒരു ഇരുണ്ട രൂപമാണ്. ശിരസിൽ 2 കൊമ്പുകളുണ്ട്. അപ്പോൾ ഈ വിശുദ്ധനായ സന്യാസി ചോദിച്ചു, നീ ആരാ? അപ്പോൾ വിളിച്ചുണർത്തിയവൻ പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ പേര് അന്വേഷിക്കുന്നത്? ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത് നീ പ്രാർത്ഥിക്കാൻ. എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുക, നീ നിയമം ലംഘിക്കല്ലേ. അപ്പോഴും ഈ സന്യാസിക്കുള്ളിൻ്റെ ഉള്ളിലൊരു സന്ദേഹം. അവൻ ചോദിച്ചു, നിന്നെ കണ്ടിട്ട് അത്രയ്ക്ക് നല്ല സൂചനകളൊന്നുമില്ല. ഒരു ഇരുണ്ട രൂപം, ശിരസി കൊമ്പൊക്കെയുണ്ട്. നീ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. പറയൂ, നീ ആരാ? അവൾ വിളർച്ചുണർത്തിയ ആ ഇരുണ്ട രൂപം പറഞ്ഞു, ഞാൻ സാത്താനാണെന്നേ. സാത്താനാ, നീ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തിയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ സാത്താൻ പറഞ്ഞത്, വർഷങ്ങളായി നീ നിയമം ലംഘിക്കാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇന്ന് നീ അത് ലംഘിച്ചുറങ്ങിപ്പോയ നിനക്കൊരു കുറ്റബോധം വരും. ആ കുറ്റബോധത്തിൻ്റെ നീറൽ നീ കുറവാധികം ശക്തിയോടെ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങും. അല്ല, ഇന്ന് നീ ലംഘിക്കാതെ അണുതിണ തെറ്റാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് തന്നെ തോന്നും നീ യോഗ്യനാണെന്ന്, ശ്രേഷ്ഠനാണെന്ന്. അഹങ്കാരിയായ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയേക്കാൾ ഇടറിപ്പോകുന്നൊരു പാപിയുടെ വിനീത പ്രാർത്ഥനയാ ദൈവം സ്വീകരിക്കുക. അതല്ലേ നാം കണ്ടത്. ആ ഫരിസേയൻ ചെയ്ത നന്മയുടെ കണക്ക് പറഞ്ഞ് അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ആ പാപം ചുങ്കക്കാരൻ ഇടറിപ്പോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് മനംനൊന്ത് ശിരസ് പോലും ഉയർത്താതെ അവൻ മനസ്തപിച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണുനീർ പ്രാർത്ഥനയാണ് സ്വർഗത്തിന് പ്രിയങ്കരമായിട്ട് മാറിയത്. സൂക്ഷിച്ചു കൊള്ളുക, നമ്മുടെ നന്മ പ്രവൃത്തികൾ നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ഓർക്കണം. ദൂതപത്ത ഉപമയിലെ ആ 2 പുത്രന്മാർ, മൂത്ത സഹോദരനും ഇളയവനും, ഈ ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും പ്രതീകം തന്നെയാണെന്നേ. സ്വന്തം നന്മയിൽ ആശ്രയിച്ചവനാ ആ മൂത്ത സഹോദരൻ. എന്നാൽ പിതാവിൻ്റെ കരുണയിൽ ആശ്രയിച്ചവനാ ഇളയ മകൻ. ഓർക്കണം, ആ ഇളയ മകൻ ചുങ്കക്കാരനെ പോലെ പാപവടിയിലായിരുന്നു. പിതാവിൻ്റെ സ്നേഹം മറന്ന് ദൂരദേശത്തേക്ക് പോയി, ഇടറിപ്പോയി, എല്ലാം കൈവിട്ടുപോയി. ഒടുവിൽ കുറ്റബോധത്തോട് അവൻ തിരികെ വരികയാണ്. അവൻ്റെ അവസാനത്തെ പ്രതീക്ഷ പിതാവിൻ്റെ കരുണയാണ്. കരുണയാചിച്ച് ഒരു ദാസനാകാൻ മോഹിച്ച് വന്ന ആ പിതാവ് കാരുണ്യത്തോടു കൂടി തന്നെ അവനെ സ്വീകരിച്ച് പുത്രപദവി നൽകി. എന്നാൽ ആ പിതാവിൻ്റെ വീട്ടിൽ മൂത്ത മകൻ ഒരുപാട് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. വിശ്വസ്തനായ മകനാ. നന്മകൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ പോലും അവൻ തെറ്റിച്ചിട്ടില്ല. അവൻ ഒരുപാട് നന്മ ചെയ്ത് ഒടുവിൽ അവൻ്റെ ജീവിതത്തിൽ അഹങ്കാരം തലപൊക്കുകയാണ്. അഹങ്കാരത്തിൽ ഇരുട്ട് നിന്നുകൊണ്ട് അവൻ സ്വന്തം സഹോദരനെ കുറ്റം വിധിക്കുകയാണ്. അവനൊരു വിധിയാളനായിട്ട് മാറുകയാണ്. അവൻ ഇടറിപ്പോയെന്ന്, പാപത്തിൽ ജീവിച്ചുവെന്ന് കുറ്റം ആരോപിക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? സ്വന്തം നന്മയിൽ ആശ്രയിച്ച മൂത്ത മകൻ വീടിൻ്റെ പുറത്ത്, പിതാവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അനുതപിച്ച ഇളയ മകൻ വീട്ടിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ തന്നെ നമുക്കും സംഭവിക്കുമോ? നമ്മുടെ നന്മകളിലല്ല, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. അങ്ങനെ ആശ്രയിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരൊക്കെ ദുർബലരായിരുന്നുവെന്നേ. പെർഫെക്റ്റായ പൂർണ്ണതയുള്ള മനുഷ്യരെയല്ല, ഇടറിപ്പോയ ദുർബലരായ മനുഷ്യരെയല്ലേ ദൈവം സ്നേഹിച്ച് ചേർത്ത് നിർത്തിയത്. ഓർക്കുക, വിശ്വാസിയുടെ മുഴുവനും പിതാവായ അബ്രഹാം ഭീരുവായിരുന്നില്ലേ? സ്വന്തം ഭാര്യയെപ്പോലും സഹോദരിയെന്ന് മുദ്രകുത്തിയവനാ. പ്രളയകാലത്ത് സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷെ ആ നോഹ
വീഞ്ഞുകുടിയനായിരുന്നില്ലേ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത മൂലം കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്ത മോശ വിക്കനായിരുന്നില്ലേ? ക്ഷിപ്രകോപിയായിരുന്നില്ലേ? കൊലപാതകിയായിരുന്നില്ലേ? ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് ദാവീദ് ഇടർച്ചകളിലൂടെ ഒരുപാട് കടന്നുപോയവനല്ലേ? പഴയ നിയമം മുഴുവനും ദുർബലരായ മനുഷ്യരാണെന്നേ. നിനവെ നിവാസികളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ച പ്രവാചകൻ അവൻ താർസൂസിലേക്ക് ഓടിപ്പോയ ഭീരുവായിരുന്നു, യോനാ പ്രവാചകൻ. പക്ഷെ അവൻ്റെ ഒരു വാക്കുകൊണ്ട് തന്നെ ആ നാട് നവീകരിക്കപ്പെടുന്നു. ഇടറിപ്പോയവരൊക്കെ തന്നെ ദൈവം വീണ്ടെടുത്തു. കാരണം ഇടറിപ്പോയവർക്ക് പിന്നെ എളിമയോടെ ജീവിക്കാനുള്ള കരുത്തുണ്ട്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള അവബോധമുണ്ട്. പുതിയ നിയമത്തിൽ നാം കാണുന്നതൊക്കെ ദുർബലരായ ശിഷ്യന്മാരല്ലേ? പത്രോസ് യേശു പാറ എന്ന് വിളിച്ചപ്പോഴും മണ്ണ് പോലെ ദുർബലനായ ഒരു ശിഷ്യനായിരുന്നില്ല അവൻ. ആത്മഭേദത്തോടെ നിൽക്കേണ്ടവൻ യേശുവിൻ്റെ ആ പീഡാസകന വേളയിൽ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോവുക. ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും എനിക്കവൻ അറിഞ്ഞുകൂടെ എന്ന് പറയുന്ന ദുർബലനായ, പക്ഷേ അവൻ അനുദപിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കരുണ തുളുമ്പുന്ന കണ്ണുകളിലേക്കൊന്ന് നോക്കുന്നുണ്ട്. അതെ, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിച്ചപ്പോൾ ആ ക്രിസ്തു കടന്നു വന്ന് അവനെ വീണ്ടെടുത്തത്, സഭയുടെ ശ്രേഷ്ഠനാക്കി മാറ്റിയത്. പൗലോസ് അപ്പോസ്തലൻ സാവൂളായ കാലം ക്രിസ്തു വിരോധിയായിരുന്നില്ലേ? ഒരുപാട് ക്രിസ്ത്യാനികളെ അരുങ്കൊല ചെയ്തവനായിരുന്നില്ലേ? ആ ദുർബലനെയല്ലേ ഏറ്റവും ശ്രേഷ്ഠനായ അപ്പോസ്തലനാക്കി ദൈവം ഉയർത്തിയത്? ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെന്ന് അവൻ ആത്മഗതം ചെയ്തത് സ്വന്തം ജീവിതത്തിൻ്റെ തെളിവിലാണ്. സ്വന്തം ദുർബലതയെ അംഗീകരിച്ചു, ദൈവത്തിൻ്റെ കരുണയിൽ അവൻ ആശ്രയിച്ചു. അതുകൊണ്ട് അവരൊക്കെ വീണ്ടെടുക്കപ്പെട്ടു. ഈ ശിഷ്യരൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ നന്മകളിൽ നാം ഒരുപാട് ആശ്രയിക്കരുത്. നന്മ ചെയ്യണം, എന്നാൽ എളിമപ്പെടണം. നെവർ എവർ ട്രസ്റ്റ് ഇൻ അവർ മെറിറ്റ്സ് ബട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഓർക്കുകയാണ്, ഒരു ഗുരുകുലത്തിൽ കുറച്ചധികം ശിഷ്യന്മാരുണ്ട്. ഗുരു പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഞാൻ എൻ്റെ അനന്തരാവകാശിയായിട്ട് നിയമിക്കും. അതിലൊരു പരീക്ഷണമുണ്ട്. നിങ്ങൾക്കൊക്കെ അപൂർവസുന്ദരമായൊരു വിത്ത് തരിക, വീട്ടിൽ കൊണ്ടുപോയി അത് നട്ട് വളർത്തുക, അതിൻ്റെ ഫലങ്ങളുമായിട്ട് വരിക. ഏറ്റവും നല്ല ഫലവുമായി വരുന്നവനെ ഞാൻ എൻ്റെ അനന്തര അവകാശിയാക്കി മാറ്റും. എല്ലാവർക്കും കിട്ടി അപൂർവസുന്ദരമായ വിത്ത്. അവ വീട്ടിൽ കൊണ്ടുപോയി നല്ല വളക്കൂറുള്ള മണ്ണിലിട്ട് വളർത്താൻ ആരംഭിച്ചു. ഒരു ശിഷ്യൻ വളക്കൂറുള്ളൊരു മണ്ണൊരു ചെടിച്ചട്ടിയിലിട്ട് വളർത്തുകയാണ്. വെള്ളമൊഴിക്കുന്നുണ്ട്. പല ദിവസങ്ങൾ കഴിഞ്ഞു. അത് നാം വിടുന്നില്ല. അവൻ ആശങ്കയായി. ഒരുപാട് വെള്ളമൊഴിച്ച് ഒരുപാട് വളമിട്ടു, അതുകൊണ്ട് ചീഞ്ഞു പോയതാകാം എന്ന ആശങ്കയാണ്. അവന് സങ്കടമുണ്ട്. ബാക്കി പലരും അവരുടെ വളർന്നു വരുന്ന ചെടിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമാണ്. അങ്ങനെ കാലം വന്നു. കാഴ്ച ഫലങ്ങളുമായിട്ട് ഗുരു അവരെ ക്ഷണിക്കുന്ന ദിവസം വന്നു. എല്ലാവരും കൈ നിറയെ ഫലങ്ങളുമായിട്ട് വന്നപ്പോൾ അവൻ വന്നത് ആ ശൂന്യമായ ചെടിച്ചട്ടിയുമായിട്ടാണ്. അത് കണ്ടപ്പോൾ കൂടെയുള്ളവരൊക്കെ അവനെ പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. ഗുരു ചോദിക്കുന്നുണ്ട്, നിന്റെ ഫലങ്ങൾ എവിടെ? അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് തന്ന വിത്ത് ഞാൻ ഈ ചെടിച്ചട്ടിയിലാണ് പാകിയത്. വെള്ളമിട്ട് വളമിട്ടു, പക്ഷേ ഫലം നൽകിയില്ല. അത് ജീർണിച്ചു പോയി. എങ്കിലും ഞാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവുമായിട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ ഈ ഗുരു പറയുക, എൻ്റെ അന്ത്യപരീക്ഷത്തിൽ വിജയിച്ചത് ഇവനാ. ഇവൻ ഫലം കൊണ്ടുവന്നില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് നൽകിയ എല്ലാ അപൂർവസുന്ദരമായ വിത്തും വെന്തൊരു വിത്തായിരുന്നു. അതിന്ന് ഫലം ഒരിക്കലും ആർക്കും കായ്ക്കാനാകില്ല. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ കാപഢ്യത്തിൻ്റെ വിത്തുകളാ, ഫലങ്ങളാ. അതിനാൽ നിങ്ങൾ എന്നോട് വിശ്വസ്തത കാണിച്ചില്ല.
ഇവൻ എന്നോട് വിശ്വസ്തത കാണിച്ച്, ആകയാൽ ഇവനാണെൻ്റെ അനന്തരാവകാശി. ഓർക്കുക, നമ്മളൊക്കെ ദുർബലരാണെന്നേ, ഇടറുന്ന ബലഹീനരാണ്. ഒരു നാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബലഹീനത മറച്ചു വെക്കാനാകുക? അവൻ്റെ മുമ്പിൽ നാം ആയിരിക്കുന്ന ആ ജീവിതം സുതാര്യമായിട്ട് തുറന്നു കാണിച്ച് അനുതാപത്തോടെ ഏറ്റുപറയാനാകുമോ? ദൈവം നമ്മോട് ക്ഷമിക്കും. അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വീണ്ടെടുപ്പ് തരും. ഞാൻ ഭയക്കുന്നു, ഈ ഭൂമിയിൽ ഒരുപാട് നന്മ ചെയ്യുന്നുവെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് പേർ നിത്യതയിൽ സ്വർഗത്തിന് പുറത്താക്കപ്പെടുമെന്ന്. കാരണം അവരവരുടെ നന്മയിൽ അപരമിച്ച് അഹങ്കരിച്ച് മുന്നോട്ട് പോയി മറ്റുള്ളവരെ കുറ്റം വിധിച്ചവരായിരിക്കാം. എന്നാൽ ഇടറിപ്പോകുന്ന ദുർബലരായ മനുഷ്യർ അവസാന നിമിഷം ദൈവത്തിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് അവർ വീണ്ടെടുക്കപ്പെട്ടേക്കാം, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചേക്കാം. ഓർമ്മയില്ലേ, ഒരുപാട് നന്മയുടെ കണക്കുമായിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ വന്ന് മുട്ടിയ പല ശിഷ്യന്മാർ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, നിനക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്തു, രോഗങ്ങൾ തന്നെ മാറ്റി, ഞങ്ങൾക്കിടം തരികയെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്താ? എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ എന്ന. ഇടറിപ്പോയ ദുർബല അനേകർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന പ്രത്യാശ കൂടി അവിടുന്ന് തരികയാണ്. ആകയാൽ നമ്മുടെ കഴിവുകളിലല്ല, നമ്മുടെ നന്മകളിലല്ല, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നെവർ ട്രസ്റ്റ് ഇൻ അവർ മെറിറ്റ്സ് ബട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. ദൈവമേ, ദുർബലരായ മനുഷ്യരാണ് ഞങ്ങൾ. ആകയാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കരുണ വർഷിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.